ഇന്ന് പകൽക്കാലം ഒരു ദൂത് വിളിച്ചു പറയുവാനുണ്ട്. ആരാ നിനക്കെതിർപ്പെടുന്നത്? നിന്റെ ശത്രുവാണോ? നിന്റെ മിത്രമാണോ? ഇന്ന് പകൽക്കാലം കർത്താവാണ് എതിർപ്പെടുന്നെങ്കിൽ നീ വന്നതുപോലെ പോകത്തില്ല. നിന്റെ മുറിവുകളെ അവൻ കെട്ടും, നിന്റെ വേദനകളെ അവൻ ചുമക്കും. ഇന്ന് പകൽ നിന്നെ സ്വതന്ത്രമായി വിടത്തക്കവണ്ണം, നിന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കത്തക്ക നിലകളിൽ ഇന്ന് പകൽക്കാലം ഒരു വലിയ മാറ്റം നിന്റെ ലൈഫിൽ സംഭവിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ദൈവം ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം വായിക്കാം. ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. നമുക്ക് സുപരിചിതമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. യേശു കർത്താവ് ഒരു ഗ്രാമത്തിൽ കടക്കും നേരം അവിടെ പറഞ്ഞു 10 കുഷ്ഠരോഗികൾ അവന് എതിർപ്പെട്ടു. ഇന്ന് പകൽ നമ്മൾ ഈ വചനഭാഗമൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം ന്യായപ്രമാണ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികൾ വഴിയിലിറങ്ങി നടക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ അവർ പാർക്കണം. അഥവാ അവർ യാത്ര ചെയ്തു പോകുമ്പോൾ അവർ വിളിച്ചു പറയണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞു വേണം പോകാൻ. 2, ഇവർ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരാണ്. സ്നേഹിതന്മാരുടെ നടുവിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവർ. എല്ലാവരാലും അകന്ന് ആമെ പാർക്കുന്ന ഒരു 10 പേർ. ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ അന്ന് കർത്താവിനെ എതിർപ്പെട്ടത് 10 പേരാണ്. അപ്പോൾ ഇന്ന് ചിന്തിച്ച് നോക്കണം. കുടുംബത്തിനകത്ത് മക്കൾ, ഭാര്യ, ആമേ സ്തോത്രം, സ്നേഹത്തോടെ ആദരവോടെ അവൻ എല്ലാ സ്നേഹങ്ങളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്നൊരു കുഷ്ഠരോഗം അവനിൽ പ്രത്യക്ഷമാകുന്നു. ആ നിമിഷം അവൻ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നു, സമൂഹത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നു, സ്നേഹിതരിൽ നിന്ന് ഒറ്റപ്പെടുന്നു. ഇങ്ങനെ ഒറ്റപ്പെട്ട് അവൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, ശരീരം മുഴുവനും ആമേൻ കുഷ്ഠം, ഹൃദയത്തിനകത്തും മുഴുവനും മുറിവേറ്റ്. ഇന്ന് പകലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒറ്റ ദിവസം നമ്മൾ ആയിരിക്കുന്ന ബന്ധങ്ങളുടെ നടുവിൽ നിന്ന് ഒരു ദിവസം നമ്മളൊന്ന് ഒറ്റപ്പെട്ടു നോക്കണം. അതിൻ്റെ വേദന അറിയണമെങ്കിൽ. അതുമാത്രമല്ല, ശരീരത്തിൻ്റെ വേദന, ആമേ ഹൃദയത്തിൻ്റെ മുറിവുകൾ. ഇങ്ങനെ ആമേ സ്തോത്രം 10 പേര് ഒരുമിച്ച്, ഹല്ലേലൂയ, ഈ 10 പേരും കുഷ്ഠരോഗികളാണ്. ആമേൻ, ഇവർ ആമേൻ ഒരു ദിവസം വന്ന് എതിർപ്പെട്ടത് യേശുവിൻ്റെ അടുക്കലാണ്. ഇന്ന് പകൽ നിന്റെ അകത്തെയും പുറത്തെയും മുറിവുകളെ കെട്ടുന്നവനെയാണ് നീ എതിരേൽക്കുന്നെങ്കിൽ, അവൻ്റെ അടുക്കൽ ആമേൻ കർത്താവാണ് നിനക്ക് എതിർപ്പെടുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു ദൂത് വിളിച്ചു പറയുവാനുണ്ട്. അകത്തെയും പുറത്തെയും മുറിവ് കെട്ടുന്നവൻ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആരാ നിനക്കെതിർപ്പെടുന്നത്? ആമേൻ, നിന്റെ ശത്രുവാണോ? നിന്റെ മിത്രമാണോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവാണ് എതിർപ്പെടുന്നെങ്കിൽ നീ വന്നതുപോലെ പോകത്തില്ല. ആമേൻ, നിന്റെ മുറിവുകളെ അവൻ കെട്ടും. ആമേൻ, നിന്റെ വേദനകളെ അവൻ ചുമക്കും. ഇന്ന് പകൽ നിന്നെ സ്വതന്ത്രമായി വിടത്തക്കവണ്ണം, നിന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കത്തക്ക നിലകളിൽ ഇന്ന് പകൽക്കാലം ഒരു വലിയ മാറ്റം നിന്റെ ലൈഫിൽ സംഭവിക്കും. എതിരേറ്റത് കർത്താവ്. അവർക്ക് മനസ്സിലായി യേശു വരുമ്പോൾ യേശുവിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും. അവൻ ഇങ്ങനെ ഒരു കൂട്ടം ജനം വരുന്നു. അവൻ ഇവർ വേറൊരു വഴിയിലൂടെ ഇങ്ങനെ വരികയാണ്. അവിടെ നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലായി വരുന്നത് യേശു ആണെന്ന്. ഇന്ന് പകൽക്കാലം ഈ വചനത്തിനകത്തിരിക്കുന്ന യേശുവിനെ ആര് കാണുന്നുമോ ആമേൻ, അവരുടെ മേലൊരു വിടുതൽ സംഭവിക്കും. അവരുടെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവർ അകലെ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, യേശുവേ നായക, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണം. ഈ 10 പേരും സാധാരണക്കാരല്ല. അവർക്ക് ന്യായപ്രമാണം അറിയാവുന്ന വ്യക്തികളാണ്, ദൈവത്തെ അറിയാവുന്ന വ്യക്തികൾ. ഇവരവിടെ നിന്ന് വിളിച്ചു പറയുക, യേശു നായക. ഹല്ലേലൂയ. ഇത് വിളിക്കാൻ പറ്റുകയില്ല. കാരണം ആ കാലഘട്ടത്തിൽ യേശുവിനെ നായകൻ എന്ന് വിളിച്ചാൽ
അമേ സ്തോത്രം ഹല്ലേലൂയ. അവനെ പള്ളിപ്രഷ്ടനാക്കും. പള്ളിയിൽ നിന്ന് അവനെ കയറ്റത്തില്ല. അവനെ ആരാധിക്കാൻ ആലയത്തിൽ വരാൻ പറ്റത്തില്ല. അമേ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ഇവർക്ക് ഇപ്പോൾ ഒന്നും നോക്കാനില്ല. സ്തോത്രം. അകത്ത് മുറിവേറ്റവൻ ഒന്നും നോക്കാനില്ലെന്ന്. എല്ലാവരും വെറുക്കപ്പെട്ടവൻ ആരെയാ നോക്കേണ്ടത്? എവിടെ? ഇവന് ഒന്നാമതേ ഇവരെല്ലാം പുറത്താ. അപ്പൊ ഇനി ആരെ നോക്കാനില്ല. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, യേശുനായക ഞങ്ങളോട് കരുണയുണ്ടാകണം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരുണ ഒരുവൻ്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വന്നാൽ അവൻ്റെ ജീവചരിത്രം തന്നെ മാറിമറിയും. ഇന്ന് പകൽ ഒരു മനുഷ്യന്റെ കരുണയല്ല, അകലെ നിന്ന് വിളിച്ചു പറഞ്ഞ, അകത്തും പുറത്തും മുറിവേറ്റവൻ നിന്ന് വിളിച്ചു പറയുക, യേശുനായക ഇന്ന് പകൽ എന്നോട് കരുണ തോന്നണം, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണം, എൻ്റെ തലമുറകളോട് കരുണ തോന്നണം. ഇന്ന് പകൽക്കാലം അവന്റെ കരുണ വെളിപ്പെട്ടാൽ ഇന്ന് പകൽ നിന്റെ ജീവിതം മാറിമറിയും. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണം. ആമേൻ. അവിടെ വചനം പറയുന്നു, 14-ാം വാക്യം പറയുന്നു, അവൻ അവരെ കണ്ടു. ഇന്ന് പകൽ കുഷ്ഠരോഗിയെ നീ യേശുവിനെ കാണുന്നതിലല്ല പ്രത്യേകത, അവൻ നമ്മെ കാണണം. നമുക്ക് ദൈവത്തെ കാണാനൊക്കെ പറ്റും, നമുക്ക് യേശുവിനെ അറിയാൻ പറ്റും. പക്ഷെ ഇന്ന് പകൽ നമ്മൾ യേശുവിനെ അറിയുന്നതിലല്ല, അവൻ നമ്മെ അറിയുന്നതിലാണ് വിടുതൽ. ഇന്ന് പകൽ അതിനെ പറഞ്ഞ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഇന്ന് പകൽ ദൈവം നിന്നെ അറിഞ്ഞാൽ, ദൈവം നിന്നെ കണ്ടാൽ, അവൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയും, നിന്റെ പ്രശ്നങ്ങൾ മഞ്ഞുരുകുന്നത് പോലെ, ഇന്ന് പകൽ നിന്റെ വിഷയങ്ങൾ മഞ്ഞുരുകുന്നത് പോലെ, അവൻ നിന്റെ മുമ്പിൽ നിന്ന് മഹാപർവ്വതം ഇന്ന് പകൽ നിന്റെ മുമ്പിൽ സമഭൂമിയായി മാറും. നിന്റെ മുമ്പിൽ സമഭൂമിയായി മാറും. യേശു അവരെ കണ്ടിട്ട് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞേ? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പി. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, അവൻ ഒരു മനുഷ്യന് കുഷ്ഠരോഗം വന്നാൽ അവന് കുഷ്ഠരോഗം സൗഖ്യമായെന്ന്, അവൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ ദൈവത്തിന് സ്തോത്രം. അവൻ കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിപ്പിൻ. പുരോഹിതന്റെ അടുക്കൽ പോകണമെങ്കിൽ ഒരുവൻ കുഷ്ഠരോഗം വന്നാൽ അവൻ്റെ ശരീരത്തിലുള്ള അതിൻ്റെ വടിവുകളെല്ലാം മാറിയെന്ന് ഉറപ്പ് വന്നിട്ട് വേണം പുരോഹിതന്റെ അടുത്ത് പോകാൻ. സ്തോത്രം. പക്ഷെ ഇവർക്ക് സൗഖ്യം വന്നില്ല. ഇവരവിടെ കുഷ്ഠരോഗത്തിൽ ഇരിക്കുമ്പോൾ, അവൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ഇരിക്കുമ്പോൾ തന്നെ, അവൻ്റെ പ്രശ്നം അവനിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ, ആമേൻ, കർത്താവ് പറയാ, നീ ചെന്ന് അവൻ പുരോഹിതന്റെ കാണിക്കണം. അവൻ 10 പേരും നിൽക്കുകയാ. 10 പേരും എങ്ങോട്ട് പോകുക? 10 പേരും അവർക്ക് വേണ്ടി ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് 10 പേരും പോവുകയാ. പക്ഷെ കർത്താവ് പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ ഇനി അങ്ങോട്ടല്ല പോകേണ്ടത്, നീ പുരോഹിതന്റെ അടുക്കലേക്ക് പോകണം. നിന്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് ഇന്ന് പകൽ, യേശുവിന്റെ ശബ്ദം നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് ഇന്ന് പകൽ ഇവിടെ കേൾക്കുന്ന ദൈവശബ്ദം. ദൈവകുഞ്ഞെ, ഇന്ന് പകൽ നീ, ആമേൻ, കർത്താവ് നിന്നെ കണ്ടാൽ ഇന്ന് പകൽ നിന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നിന്റെ ജീവിതത്തെ അവൻ വഴിതിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അങ്ങോട്ട് പോയാൽ കുഷ്ഠം മാറത്തില്ല, അവിടെ വേദനയും പരസ്പരം പിറുപിറുപ്പുകളും മാത്രമാവുള്ളത്. പക്ഷെ ദൈവം പറഞ്ഞു, ആമേൻ, നീ ഇന്ന് നിന്റെ റൂട്ട് തിരിക്കണം. ഇന്ന് പകൽ നിന്റെ വഴി തിരിക്കണം. നീ എന്നും അവിടെ കിടക്കാനല്ല, എന്നും നീ പരാതി പറയാനല്ല, എന്നും നീ പരിഭവം പറയാനല്ല, എന്ന് ഈ രോഗം മാറുമെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, എന്നീ കഷ്ടം മാറുമെന്ന്, എന്നീ പ്രയാസം മാറുമെന്ന്, എന്നീ വേദന മാറുമെന്ന് നീ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാ, ഇന്ന് പകൽ നിന്റെ വഴി തിരിക്കണം. നീ അവിടെ കിടക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ സ്വർഗം പറയാ, ഞാൻ നിന്നെ എതിർപ്പെട്ടത്, ഞാൻ ഇന്ന് പകൽ അവൻ ഈ വഴിയായി വന്നത് നീ വരുമെന്ന് പറഞ്ഞിട്ടാ അവര് എതിർപ്പെട്ടത്. സ്തോത്രം. ഞാൻ പറയാം, കർത്താവ് അവൻ നിന്നെ കണ്ടിട്ട നീ വന്ന വഴിയെ വന്നത്. നിന്റെ അടുക്കൽ വന്ന് നിന്നെ കണ്ടിട്ട. എന്തിനാ നിന്റെ അടുക്കൽ വന്നത്? നിന്റെ ജീവിതത്തെ വഴിതിരിക്കാൻ. ആമേൻ സ്തോത്രം. നിന്റെ കഷ്ടതക്കകത്ത് നിന്നെ വേറൊരു റൂട്ടിലേക്ക് ഞാൻ നടത്താൻ പോവുകയാണ്.
ഹല്ലേലൂയ. അവിടെ നിന്ന് അവരെപ്പോ സ്തോത്രം അവർ ടേൺ ചെയ്തോ അപ്പോൾ അവരുടെ ശരീരത്തിന് സൗഖ്യമാകാൻ തുടങ്ങി. ആമേൻ. വിടുതൽ വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ദൈവം നീ ദൈവത്തിങ്കിലേക്ക് നിന്റെ റൂട്ട് തിരിക്കുക. നീ മനുഷ്യരെ മുഖത്തേക്ക് നോക്കരുത്, മനുഷ്യ ശബ്ദത്തിന് ചെവി കൊടുക്കരുത്. ഇന്ന് പകൽ ആമേൻ അപ്പന്റെ ശബ്ദത്തിന്, ഇന്ന് പകൽ യേശു നായകന്റെ ശബ്ദത്തിന് ഇന്ന് പകൽക്കാലം നീ ചെവി കൊടുത്താൽ, നീ വഴി തിരിച്ചാൽ, ഇന്ന് പകൽ നിന്റെ ലൈഫ് മാറും. ഇന്ന് പകൽ ലൈഫ് മാറും. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് അവർ തിരിഞ്ഞ് സ്വതന്ത്ര സൗഖ്യമൊന്നും വന്നില്ല. പക്ഷേ ആമേൻ ആ ശബ്ദത്തിനകത്തൊരു വിശ്വാസം അകത്ത് വെളിപ്പെട്ടു. സ്തോത്രം. ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം. ആമേൻ. അവർക്കറിയാം പുരോഹിതനെ കാണാൻ പോകണമെങ്കിൽ സൗഖ്യം വരണം. പക്ഷേ ഈ ശബ്ദത്തിനകത്ത് അവർക്ക് മനസ്സിലായി ഈ പോകുന്ന യാത്രയിൽ ഒരു അത്ഭുതം നടക്കും. ഇന്ന് പകൽ നമ്മുടെ അകത്തൊരു വിശ്വാസം പറഞ്ഞാൽ ഈ ആരാധനയ്ക്കകത്തൊരു അത്ഭുതം നടക്കും. ഒരു ദൈവ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കും. ഒരു ദൈവമഹത്വം എൻ്റെ ജീവിതത്തിൽ നടക്കും. ഇന്ന് പകൽ ദൈവകുഞ്ഞ നിന്റെ ഹൃദയത്തെ ഇന്ന് പകൽ ദൈവത്തിങ്കിലേക്ക് ടേൺ ചെയ്യ്. ആമേൻ. നിന്റെ മുറിവുകളെ കെട്ടുന്നവന്റെ അടുക്കലേക്ക് ഇന്ന് പകൽ നിന്റെ ഹൃദയത്തെ തിരിക്കുക, നിന്റെ റൂട്ട് തിരിക്കുക. നീ മുറിപ്പെടുത്തുന്നവരുടെ അടുക്കലല്ല, നിന്റെ പരാജയം പറയുന്നവർക്കല്ല നീ കാതു കൊടുക്കേണ്ടത്. ഇന്ന് പകൽ നിന്റെ മുറിവ് കെട്ടുന്നവന് നീ ചെവി തിരിക്കുക. ആ ശബ്ദത്തിന് നമ്മൾ ചെവി തിരിക്കുക. തിരിഞ്ഞ് ചില സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ തന്നെ വിടുതൽ വെളിപ്പെടാം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വചനം ഇങ്ങനെ പറയാം. ആമേൻ. 15-ാം വാക്യം ഒന്ന് വായിച്ചേ. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട്, അവരിൽ ഒരുത്തൻ, എല്ലാവരും അല്ല, അവരിൽ ഒരുത്തൻ. ആ ഒരുത്തനാവണം നമ്മൾ. സ്തോത്രം. എല്ലാവരെ പോലെ ആകരുത്, എല്ലാവരെ പോലെ ആകരുത്. ഇന്ന് പകൽക്കാലം വചനം പറഞ്ഞു ഒരുത്തൻ. 10 പേര് സൗഖ്യമായി. പക്ഷേ വചനം പറഞ്ഞു 10 പേരിൽ ഒരുത്തൻ. ഇന്ന് പകൽ ഈ വചനം കേട്ടിട്ട് ദൈവകുഞ്ഞെ നീ 9 പേരിൽ ഒരുത്തനാകരുത്, 10 പേരിൽ ഒരുത്തനാകണം. ഇന്ന് പകൽ ദൈവം അത് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നിന്നെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഈ 10 പേരിൽ ഒരുവനാകണം. ഈ 10 പേരിൽ ഒരുത്തൻ, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട്, തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന്. വിടുതൽ വെളിപ്പെട്ടാൽ നിന്റെ ശബ്ദം പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽ വിടുതൽ നിന്റെ മുമ്പിൽ കണ്ടാൽ നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. ആമേൻ. ഇന്ന് പകൽ ആരെന്ത് പറയുന്നു എന്നല്ല, ആര് നിന്നെ വിലയിരുത്തുന്നല്ല, പക്ഷെ ഇന്ന് പകൽക്കാലം നീ 10 പേരിൽ ഒരുവനാകണം. 9 പേരും മൗനമായിരുന്നപ്പോൾ, 9 പേരും മിണ്ടാതിരുന്നപ്പോൾ ഇതാ ഒരുത്തൻ എഴുന്നേറ്റ് നിൽക്കുകയാ. ഹല്ലേലൂയ. അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന്. ആമേൻ. അവൻ മടങ്ങി വന്നു. അവൻ പുരോഹിതനെ കാണാൻ പോയില്ല, അവൻ സൗഖ്യമാക്കിയവനെ കാണാൻ വന്നു. സ്തോത്ര 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 സ്തോത്രം. ഹല്ലേലൂയ. അവൻ മടങ്ങി വന്നു. അവന്റെ കാൽക്കൽ കവിണ്ണു വീണ്. ആമേൻ. അവന്റെ കാൽക്കൽ വീണു. അവന് നന്ദി പറഞ്ഞു. ഓ, ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിനക്ക് നന്ദി പറയാൻ നിന്റെ മനസ്സ് റെഡിയാണോ? ഇന്ന് പകൽ നിന്റെ യാത്രയ്ക്കകത്തൊരു മടങ്ങി വരവുണ്ട്. നിന്റെ യാത്രയ്ക്കകത്ത് നിന്റെ സൗഖ്യം കണ്ടിട്ട് നീ ആ യാത്ര പോവുകയല്ല. ഇന്ന് പകൽക്കാലം നിന്നെ വിടിവെച്ചവന്റെ അടുക്കൽ നീ വീണാൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയും, നീ ഒരുത്തന്റെ മുമ്പിൽ വീഴത്തില്ല, ഒരു മനുഷ്യന്റെ മുമ്പിൽ വീഴത്തില്ല, ഈ ലോകത്തിന്റെ ഒരു ശക്തിയുടെ മുമ്പിലും നീ വീഴത്തില്ല. ഇന്ന് പകൽക്കാലം അവൻ മടങ്ങി വന്ന് അപ്പന്റെ കാൽക്കൽ വീണു. ഈ 9 പേരും യഹൂദനായിരുന്നു. ഈ മടങ്ങി വന്നവൻ ആരാ? അവൻ ശമരിയക്കാരൻ, അവൻ ജാതിയാണ്. ന്യായപ്രമാണ പ്രകാരം ആലയത്തിൽ വരാൻ അർഹതയില്ലാത്തവൻ. സ്തോത്രം. പക്ഷെ ഈ 9 പേരും ആരുടെ അടുക്കൽ പോയി? പുരോഹിതന്റെ. സ്തോത്രം സ്തോത്രം. ഈ കാലഘട്ടത്തിലാണെങ്കിൽ ആമേൻ ഇവരാരാ? ഇവരാണ് ബെന്തിക്കോസുകാർ. ഈ 9 പേരും ആരാ? ഈ 9 പേരും ആരാ? ബെന്തിക്കോസുകാരാ. അവൻ പോണ വഴിക്ക് എത്ര ഉപകാരം ചെയ്താലും
അവൻ എന്ത് ചെയ്യത്തില്ല, എന്ത് പറയത്തില്ല. നിങ്ങൾ 9 പേരുടെ കൂട്ടത്തിലാണോ ഒരുത്തൻ്റെ കൂട്ടത്തിലാണോ? സ്തോത്രം. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ 9 പേരുടെ കൂട്ടത്തിലുള്ളവരല്ല. ആ ഉറപ്പ് നമ്മുടെ അകത്ത് വേണം. നമ്മൾ സ്വോത്രം പറയണം. പക്ഷെ 9 പേര് സ്വോത്രം പറഞ്ഞില്ല. 9 പേരും മൗനമായിരുന്നു. അവർ നന്ദി പറഞ്ഞില്ല, അവർ മടങ്ങി വന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ 10 പേർക്കും വിടുതൽ വന്നു. പക്ഷേ ഒരുവൻ എന്താ മടങ്ങി വരാൻ കാരണം? അവൻ മടങ്ങി വരാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇവന്റെ ശരീരത്തിന്റെ കുഷ്ഠം മാറി, ഇവന്റെ അകത്തെ കുഷ്ഠം മാറി. വിടുതൽ പുറത്തു മാത്രമല്ല, വിടുതൽ അകത്തു വെളിപ്പെടണം. മടങ്ങി വരവ് ഉണ്ടാകണമെങ്കിൽ അകത്തു വെളിപ്പെടണം. ഇന്ന് പകൽ ദൈവകുഞ്ഞാൻ നിന്റെ അകത്തു വിടുതൽ വെളിപ്പെടണം. അകത്ത് വിടുതൽ വെളിപ്പെട്ടാൽ നീ നിലമ്പാടെ വീഴും. ആമേൻ, സ്തോത്രം. നീ വീഴും. നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴും. നീ കരയും, നീ നിലവിളിക്കും, നീ നന്ദി പറയും. ഇന്ന് പകൽ 9 പേരുടെ കൂട്ടത്തിൽ കുഞ്ഞേ നീ അകപ്പെട്ടു പോകരുത്. ഇന്ന് പകൽ ഒരു നായകൻ നിനക്കുണ്ട്. അവന്റെ സന്നിധിയിൽ നീ മടങ്ങി വരത്തക്കവണ്ണം വിടുതൽ അകത്തു വെളിപ്പെടട്ടെ. ഹൃദയത്തിനകത്ത് വിടുതൽ വെളിപ്പെട്ടാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ മനുഷ്യനെ നോക്കിയേ, ഇവന്റെ അകത്തും വിടുതൽ പുറത്തും വിടുതൽ. ആമേൻ, സ്തോത്രം. 9 പേരുടെ പുറത്തെ വിടുതൽ വന്നുള്ളൂ, അകത്തെന്ത് ചെയ്തില്ല. എടാ, മടങ്ങി വരുന്നവനെ കണ്ടാൽ അറിയാം ഇവനകത്തെന്തോ സംഭവിച്ചു, ഇവനകത്തെന്തോ സംഭവിച്ചു. ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നത് പുറത്തെ വിടുതലല്ല. പുറത്തെ ഷുഗർ മാറിയില്ലെങ്കിൽ അകത്തെ ഷുഗർ മാറണം. അത് നിന്നെ ദ്രവിപ്പിച്ച് നിന്റെ അസ്ഥികളെ ഉരുക്കും. ഇന്ന് പകൽ ഒരുത്തന്റെ കൂട്ടത്തിലാ. ഇന്ന് പകൽ ദൈവകുഞ്ഞൻ നിന്റെ വീട്ടിനകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷസ്വരം ഉയരണമെങ്കിൽ ഇന്ന് പകൽ നീ 10 പേരുടെ കൂട്ടത്തിലല്ല, ഇന്ന് പകൽ നീ 9 പേരുടെ കൂട്ടത്തിൽ നീ നിൽക്കരുത്. ഇന്ന് പകൽ മടങ്ങി വരണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു അന്ത്യശാസനം പോലെ ഇന്ന് പകൽ ആരോടെ ദൂത് വിളിച്ചു പറയാ, നീ മടങ്ങി വരണം. ഈ കുഷ്ഠം നിന്നെ കിടത്തി കളയരുത്. ഈ കുഷ്ഠം നിന്നെ ഒതുക്കി കളയരുത്. ഈ കുഷ്ഠം നിന്നെ തകർത്തു കളയരുത്. ഇന്ന് പകൽ അകത്തു വിടുതൽ വെളിപ്പെടണം. ഇന്ന് പകൽ അകത്തു വിടുതൽ വെളിപ്പെടണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിനകത്ത് അവൻ ചലിക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടുന്നവൻ, അവന്റെ അകത്ത് വിടുതൽ വെളിപ്പെട്ടു. ഈ അകത്ത് വിടുതൽ വെളിപ്പെട്ടാൽ അവന്റെ സ്വോത്രം കേൾക്കുമ്പോൾ അറിയാം. കാറ്റ് മാത്രമല്ല വരുന്ന, ശബ്ദം വരും. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിത അഭിനയമല്ല, ഇതൊരു അനുഭവമാണ്. ഇത് അകത്ത് വീഴണം. ഈ അനുഭവം ഇത് അകത്ത് വീണാൽ നീ സന്തോഷിക്കും. അകത്ത് വീണ ദൈവകുഞ്ഞ് നീ കസേര പൊട്ടിക്കും. അകത്ത് വീണാൽ നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ 9 പേരും തിരിഞ്ഞു നോക്കിക്കാണും. എന്തിനാ ഇവൻ കിടന്ന് അലറിക്കൂകുന്നേ? ഇവൻ എന്തിനാ ഒച്ചത്തിൽ വിളിക്കുന്നേ? ഇവൻ എന്തിനാ സ്വോത്രം പറയുന്നേ? അവനൊരു കാര്യം പറയാനുണ്ട്. നിന്റെ പുറത്തെ വിടുതൽ എന്റെ അകത്ത് വിടുതൽ വന്നു. ശപിക്കപ്പെട്ട ശമരിയ പട്ടണത്തിന് അകത്തു കിടന്നവന്റെ അകത്ത് ദൈവത്തിന്റെ വെളിച്ചം വന്നപ്പോൾ അവൻ അലറി വിളിച്ചു. ഇന്ന് പകൽ ഈ വിടുതൽ വേണമെന്നുള്ളവരായിട്ടെടുത്താൽ മതി. ഞാൻ പറഞ്ഞു, ഈ ആരാധന കഴിഞ്ഞ് ഈ ഡോർ തുറന്നിറങ്ങുമ്പോൾ ആമേൻ, സ്തോത്രം, ദൈവകുഞ്ഞേ, നിന്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് സംഭവിക്കും. വഴിത്തിരിവുകളുണ്ടാകും. ഇന്ന് പകൽ ആമേൻ, കർത്താവ്, ഹല്ലേലൂയ, ഇവിടെ എന്നെ മൈക്കും പിടിച്ച് നിർത്തിയിരിക്കുന്ന വെറുതെയല്ല. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ ആമേൻ, ദൈവത്തിന്റെ മഹത്വം നീ കാണും. ഇത് ജോസ് പാസ്റ്ററുടെ വചനമല്ല, ഇത് അപ്പന്റെ വചനമാ. അപ്പന്റെ വചനം വിളിച്ചു പറയുകയാ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയി. ഇപ്പൊ മടങ്ങി വന്നത് ആരുടെ അടുക്കലെന്നറിയാമോ? ഒരപ്പന്റെ അടുക്കല. അവര് പോയത് ദൈവത്തിന്റെ അടുക്കല. പക്ഷേ ഈ ഒരുത്തൻ വന്നത് അപ്പന്റെ അടുക്കല. ഈ അപ്പനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെയാണോ ആരാധിക്കുന്നത്, അതേ അപ്പനെയാണോ ആരാധിക്കുന്നത്? നമുക്ക് വെളിപ്പെട്ടത് ദൈവമായിട്ടല്ല,
ഇസ്രായേലിന് യഹോവയായ ദൈവം വെളിപ്പെട്ടപ്പോൾ നമുക്ക് വെളിപ്പെട്ട പിതാവായ ദൈവം. എന്തിനാ പിതാവായ ദൈവമായി വെളിപ്പെട്ടത്? ഇന്ന് പകൽ അവൻ നമുക്ക് വെളിപ്പെട്ടതൊരു കാരണമുണ്ട്. അവൻ്റെ അപ്പൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം പോലെ അല്ല. ഒരപ്പൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത അത് മനസ്സലിവുള്ള. മകൻ പാപം ചെയ്ത് ഉള്ളതെല്ലാം വിറ്റു നശിപ്പിച്ച് ലോകത്തോടുകൂടെ ജീവിച്ചിട്ട് അവൻ മുഷിഞ്ഞ വസ്ത്രമായി മടങ്ങി വരുമ്പോൾ ഇതാ വാതിൽ തുറന്നിട്ടൊരപ്പൻ. ഇന്ന് പകൽ ദൈവകുഞ്ഞെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നത് കോപിക്കുന്ന ഒരപ്പനല്ല. പാപം ചെയ്തിട്ട് വരുന്നവരെ ന്യായപ്രമാണം പറയുക, അവനെ തുടരുത്, അവൻ അശുദ്ധന. പക്ഷെ ഇന്ന് പകൽ ഒരുവൻ നിന്നുകൊണ്ട് ഓടിച്ചെന്ന് അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുക, അത് നോക്കാതെ അവനെ കെട്ടിപ്പിടിക്കുന്ന ഒരപ്പൻ. ഇന്ന് പകൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരപ്പൻ നിങ്ങളുടെ അടുക്കലുണ്ട് കേട്ടോ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ അവനിലേക്കൊന്ന് മടങ്ങി വരണം, അവനിലേക്ക് മടങ്ങി വരണം. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, ദൈവകുഞ്ഞെ, നീ പന്നിക്കുഴിയിൽ കടന്ന് നശിച്ചു പോകുവാനല്ല. ആമേൻ, നീ വഴിയിൽ തളർന്നു പോകാനല്ല. ഇന്ന് പകൽക്കാലം അപ്പൻ പറയാ, അപ്പൻ്റെ അടുക്കലേക്ക് വരുന്നവരോട് അപ്പൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആമേൻ, സ്തോത്രം. 19-ാം വാക്യം വായിച്ചു. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, ആമേൻ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ അവിടെ വീണ് കിടക്കുമ്പോൾ അവനോട് പറയാ, എഴുന്നേൽക്കുക, പോവുക. നീ വന്നതുപോലെ അല്ല ഇനി പോകുന്നേ. ആമേൻ, നീ ഇങ്ങോട്ട് ഹല്ലേലൂയ, നിങ്ങൾ 10 പേരുമായിട്ട് വരുമ്പോൾ ഒരുപാട് പരിമിതികൾ നിന്റെ മുമ്പിലുണ്ടായിരുന്നു. ആരുടെ അടുക്ക പോകാൻ പറ്റില്ല, എല്ലാത്തിനും പരിമിതി ഉണ്ടായിരുന്നു. കാരണം കുഷ്ഠരോഗിയെ അത്ര വെറുപ്പായിട്ടാണ് കണ്ടത് ആ കാലഘട്ടത്തിൽ. ദൈവം പറയാ, ഇനി നീ എഴുന്നേറ്റ് പോകണം. എവിടെയാ? നിന്നെ തള്ളിക്കളഞ്ഞവരുടെ അടുക്കൽ, നിന്നെ മാറ്റി നിർത്തിയവരുടെ അടുക്കൽ നീ പോകണം. നിന്റെ വീട്ടിൽ നീ പോകണം. ആമേൻ, ഈ കുഷ്ഠരോഗം നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലയോ? ഈ കുഷ്ഠരോഗം നിന്റെ സ്നേഹിതന്മാരിൽ നിന്ന് പുറത്താക്കിയില്ലയോ? ആമേൻ, ഈ കുഷ്ഠരോഗം സമൂഹത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തിയില്ലോ? ആമേൻ, കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് നീ പോകണം. എവിടെ നിന്നെ മാറ്റി നിർത്തിയോ, എവിടെ നീ ഒറ്റപ്പെട്ടു നിൽക്കുന്നുവോ, എവിടെ നിന്നെ തഴഞ്ഞോ, അവരുടെ അടുക്കൽ നീ മടങ്ങി ചെല്ലണം. നിന്റെ കുടുംബത്തിൽ നീ മടങ്ങി ചെല്ലണം. Glory to God, glory to God, glory to God. ഇന്ന് പകൽ നിന്നെ ഒതുക്കി കളയാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം, നമ്മളെ ഒതുക്കി കളയാനല്ല. ഇന്ന് പകൽ അപ്പൻ്റെ ഹൃദയം നമ്മൾ പറയുന്ന പോലെ അല്ല. നമ്മളെ മക്കൾ എത്ര തെറ്റ് ചെയ്താലും, അവനെ നമ്മൾ അടിച്ചാലും ഉള്ളിലൊരു തേങ്ങൽ. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അവനെ ചേർത്ത് പിടിക്കും, അവനെ മാറോട് ചേർത്ത് പിടിക്കും. അവനോട് പറയും, നീ എന്തിനാ ആ തെറ്റ് ചെയ്തത്? അതുകൊണ്ടല്ലേ അപ്പന് കോപം വന്നേ, അതുകൊണ്ടല്ലേ അപ്പൻ അടിച്ചേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പന് കളയാൻ പറ്റുകയില്ല. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ നമ്മളെക്കുറിച്ച് അനുതപിക്കുന്ന ഒരു അപ്പൻ്റെ അടുക്കല ആമേൻ ഇന്ന് പകൽ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ആ അപ്പൻ പറയാം, നീ എഴുന്നേൽക്കണം, നീ ഇനി അവിടെ ഒതുങ്ങിക്കിടക്കരുത്. സ്തോത്ര സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായൊരു ദൂത പറഞ്ഞത്, നീ എഴുന്നേൽക്കണം. ദൈവകുഞ്ഞെ, നീ എഴുന്നേൽക്കണം, നീ ഒതുങ്ങിപ്പോകരുത്. ആമേൻ, സ്തോത്ര. ഹല്ലേലൂയ. നീ ആ 10 പേരോടല്ല ഇനി നിന്റെ ബന്ധം മാറും. ഞാൻ പറയുന്നു, കർത്താവിൻ്റെ ശബ്ദം നിന്നെ വഴിതിരിച്ചാൽ നിന്റെ ബന്ധങ്ങൾ മാറും, നിന്റെ ബന്ധനങ്ങൾ മാറും, നിന്റെ ബന്ധങ്ങൾ മാറും. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തോട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളും വന്ന് നിൽക്കുന്നു എങ്കിൽ, ആമേൻ, സ്തോത്ര. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മുടെ ഹൃദയം ആമേൻ അപ്പൻ്റെ അടുക്കിലേക്ക് തുറക്കാം. പലപ്പോഴും നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഈ 9 പേരുടെ കൂട്ടത്തിൽ അങ്ങ് കൂടും.
മടങ്ങി വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ദൈവം നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരുത്തനെ പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ അപ്പൻ്റെ പാദപിടത്തെങ്കിൽ മടങ്ങി വരുന്നവരായി, അപ്പൻ്റെ പാദപിടത്തെങ്കിൽ വീണ് കിടക്കുന്നവരായി, അപ്പൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്നവരായി, അപ്പൻ്റെ സന്നിധി നന്ദി പറയുന്നവരായി. ഇന്ന് പകൽക്കാലം ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തൊന്ന് നന്ദി പറയാമോ? അതരങ്ങളെ തുറന്നൊന്ന് നന്ദി പറയാമോ? ആമേൻ, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, നീ വേറെ ഒന്നും ചെയ്യണ്ട. നീ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ വീണ് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. അവൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. അവൻ നിന്നെ ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ നീ കടന്നു പോകുന്ന വഴികളിൽ, നീ തളർന്നിരിക്കുന്ന ഇടത്തു നിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? അപ്പൻ ചെയ്ത നന്മകൾക്കൊന്ന് നന്ദി പറയാമോ? ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേട്ട് നമ്മുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കാനല്ല അപ്പൻ ആഗ്രഹിക്കുന്നത്. അപ്പൻ 9 പേരെ ഈ ആലയത്തിനകത്ത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരുത്തനെ പോലെ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ മടങ്ങി വന്ന് അവൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി അപ്പാ എന്ന് നിലവിളിക്കുന്ന ശബ്ദം, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി പറയുന്ന ആ ശബ്ദം ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ, ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആമേൻ, നിന്റെ പരാതിയല്ല, പരിഭവങ്ങളല്ല. ഇന്ന് പകൽ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ഇന്ന് പകൽ ഒന്ന് നന്ദി പറഞ്ഞേ. ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കുന്നത് കൃപയാ. നമ്മളെ ഒപ്പമുള്ള എത്രയോ പേർ വീണുപോയി, എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി, എത്രയോ തലമുറകൾ ലോകത്തിൽ പാപത്തിൽ അകപ്പെട്ടു. നമ്മുടെ തലമുറകളെ ദൈവം കരുതി, നമ്മളെ കുടുംബത്തെ ദൈവം കരുതി. ഹല്ലേലൂയ. ഇന്ന് പകൽ നന്ദി പറഞ്ഞേ. നന്ദി പറയുന്നവനോട് എൻ്റെ ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ മടങ്ങി വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനോട് എൻ്റെ കർത്താവിന് ഒരു വാക്കൂടെ പറയാനുണ്ട്. നീ എഴുന്നേൽക്കും. ഈ പട്ടണത്തിന്റെ നടുവിൽ നീ എഴുന്നേൽക്കും. ഇന്നലകളിൽ പോലെയല്ല നീ നടക്കുന്നത്. ഇന്നലെ നീ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞ് പട്ടണത്തിന്റെ പുറത്തൂടെ നടന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ പട്ടണത്തിനകത്ത് കയറും. ദൈവരാജ്യം എന്ന പട്ടണത്തിനകത്ത് നീ അശുദ്ധനായിട്ടല്ല, ഇന്ന് പകൽ നീ വിശുദ്ധനായി നീ അതിനകത്ത് കയറും. ഇന്ന് പകൽ നിന്നെ ശുദ്ധീകരിക്കുന്ന, നിന്നെ വിശുദ്ധനാക്കുന്ന ആമേൻ. ന്യായപ്രമാണം പറഞ്ഞു നീ അശുദ്ധൻ, ലോകം പറഞ്ഞു നീ അശുദ്ധൻ. പക്ഷേ ഇന്ന് പകൽ എന്റെ ദൈവം പറയാ, നീ ആമേൻ കരയുന്നത്, നിന്റെ കണ്ണുനീർ വീഴുന്നത് എന്റെ പാദപീഠത്തിങ്കലാകയാൽ നീ ദൈവസന്നിധി മടങ്ങി വന്നത് കൊണ്ട് ആമേൻ, സ്തോത്ര. നീ ഇനി അശുദ്ധനല്ല. ഇനി നീ പാളയത്തിന് പുറത്തല്ല, നീ പാളയത്തിനകത്താ. നീ പാളയത്തിനകത്താ. ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ ദൈവം ചില വാതിലുകളെ തുറക്കുന്നു, ചില വഴികളെ തുറക്കുന്നു. നീ പട്ടണത്തിനകത്തുള്ള ദൈവമഹത്വം അനുഭവിക്കും. നീ നന്മ അനുഭവിക്കും. നീ പട്ടണത്തിന് പുറത്തായി പോകത്തില്ല. നീ പട്ടണത്തിനകത്തല്ല, ഇനി നീ പട്ടണത്തിനകത്താ. ദൈവരാജ്യത്തിന് പുറത്താകത്തക്കവണ്ണം നിന്നെ പിടികൂടിയ ആമേ, സ്തോത്രം, ആ ശക്തികളെ ആമേൻ, ദൈവം അതിനെ പുറത്താക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇന്ന് പകൽ മനുഷ്യൻ്റെ മുമ്പിൽ വീഴരുത്, മനുഷ്യൻ്റെ മുമ്പിൽ കരയരുത്. ഇന്ന് പകൽ കരയാൻ പറ്റുമെങ്കിൽ അവൻ്റെ പാദപീഠത്തിങ്കിൽ ഒന്ന് വീണ് കരഞ്ഞോണം. ആമേൻ. വിളിക്കാൻ പറ്റുമെങ്കിൽ യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞൻ നിന്റെ ചരിത്രത്തെ മാറ്റും. ഇന്നലകളിൽ അശുദ്ധൻ എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ അകത്താക്കും, പട്ടണത്തിനകത്താക്കും. ആ 10 പേരിൽ ഒരുത്തനെ പോലെ ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് ദൈവകുഞ്ഞെ, നിന്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. മനുഷ്യ ശബ്ദത്തിന് ചെവി കൊടുക്കരുത്. മനുഷ്യ ശബ്ദത്തിന് ചെവി കൊടുക്കരുത്. ഇന്ന് പകൽ നിന്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിക്കാമെങ്കിൽ നിന്റെ ന്യായാധിപതി ദൈവമാണ്. നിന്നെ നീതീകരിക്കുന്നവൻ ദൈവമാണ്. നിങ്ങളെ കരുതുന്നവൻ ദൈവമാണ്. നിങ്ങളുടെ തലമുറകളെ കരുതുന്നവൻ ദൈവമാണ്. ആ ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് തിരിക്കുക. ഇന്ന് പകൽ ദൈവം പറയും, നീ എഴുന്നേൽക്കും.
നീ എഴുന്നേറ്റ് ആമേൻ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ചില പുതുവഴികൾ തുറന്നു വരും. നീ പഴയ വഴിയിലൂടെ അല്ല നടക്കുന്നത്, പഴയ പാതയിലൂടെ അല്ല. ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും, ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും, ഞാൻ നിനക്ക് വേണ്ടി പാതകളെ നിരപ്പാക്കും. ഇന്നലകളിൽ നീ നടന്നെടുത്തൂടെയല്ല, അവൻ ഞാൻ ഒരുക്കുന്ന വഴികളിൽ നീ നടക്കും. നീ ആ നന്മ അനുഭവിക്കും, നീ ആ കരുതൽ അനുഭവിക്കും, ആ താതന്റെ മാർവിലെ ചൂട് നീ അനുഭവിക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ, അപ്പം ഇന്ന് പകൽ ഞങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് തിരിക്കുകയാണ്. നിന്റെ പാദപീഠത്തെങ്കിൽ വീഴുക അപ്പാ. ഞങ്ങളെ കണ്ണുനീരുകളെ തുടച്ച് ഞങ്ങളെ എഴുന്നേറ്റ പുതുവഴികളിൽ നടക്കുമാറാക്കുന്ന അപ്പൻ്റെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അവിടെ നിന്ന് മനസ്സലിയണമേ. ഇന്ന് പകൽ അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി, നന്ദി, നന്ദിയപ്പ, നന്ദിയപ്പ. ഇന്ന് പകൽ ഈ മഹത്വം അനുഭവിപ്പാൻ, ഈ വിടുതൽ അനുഭവിപ്പാൻ ഞങ്ങൾ യോഗ്യരല്ല. പക്ഷെ നീ ഞങ്ങളെ യോഗ്യരാക്കി മാറ്റിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ സഭയ്ക്കകത്തൊരു വലിയ വിടുതൽ ദൈവം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ചില സ്വാതന്ത്ര്യത്തെ ദൈവം നൽകിയതിനായി സ്തോത്രം. ആമേൻ. ഞങ്ങൾ പുറത്തായിരുന്നു പല വിഷയങ്ങളുടെ നടുവിലും, ഇന്ന് പകൽ നീ അകത്താക്കിയതിനായി സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ ഞങ്ങളോട് എഴുന്നേറ്റ് നടക്കാൻ ആമേൻ പറഞ്ഞ കർത്താവേ, ഈ ആഴ്ച ഞങ്ങൾ ചില പുതുവഴികളിൽ, ദൈവമൊരുക്കുന്ന പാതകളിൽ, ദൈവമൊരുക്കുന്ന വഴികളിൽ ഞങ്ങൾ നടക്കും. ഞങ്ങൾ നിന്റെ മഹത്വം അനുഭവിക്കും, നിന്റെ സമർത്ഥി ഞങ്ങൾ അനുഭവിക്കും. ഈ ആഴ്ച നിന്റെ സാന്നിധ്യം ഞങ്ങളെ പൊതിഞ്ഞിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ചാട്ടെ. സമാധാനത്തോടെ അങ്ങയുടെ മക്കൾ കടന്നു പോകട്ടെ. ഇന്ന് പകൽ ഈ സാന്നിധ്യം അവരെ പിന്തുടരട്ടപ്പാ. സമാധാനത്തോടെ കടന്നു പോകട്ടെ കർത്താവ്. ഈ ഡോറ് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവപ്പ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ അത്ഭുതങ്ങളുടെ സാക്ഷ്യം പറയത്തക്കവണ്ണം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ. ഞാൻ ബ്ലെസ് ചെയ്ത് ഹൃദയം തുറന്ന് ബ്ലെസ് ചെയ്യുന്നപ്പാ. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെല്ലാം താഴ്ത്തുന്നു. ഇന്ന് പകൽ നടന്ന എല്ലാ ശുശ്രൂഷകളിലും കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം, അങ്ങ് നടത്തിയതിനായി സ്തോത്രം. ഞങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. അവിടുത്തെ ബലമുള്ള കരത്തെ താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.